വെൽക്കം ടു പെൻസെപ്പിയൻസ്. ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തേക്കുന്ന ടോപ്പിക് അപ്പോത്തീസിയം ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ആസ്കോമൈസീറ്റ്സിന്റെ പ്രത്യേകതകൾ പഠിച്ചിട്ടുണ്ട്. ഒരു ആസ്കോമൈസീറ്റ്സിൽ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ആസ്കോസ്പോസിന്റെ പ്രൊഡക്ഷൻ വഴിയാണ്. ഒരു ആസ്കോസ്പോസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 3 സ്ട്രക്ചേഴ്സ് ആണ്. അതായത് ആസ്കോ കാർപ്പാണ് ആസ്കോസ്പോസ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള സാക്ക് ലൈക്ക് സ്ട്രക്ചർ. ഒരു ആസ്കോസ് കാർപ്പ് മെയിൻലി 3 ടൈപ്പ് ഉണ്ട്: അപ്പോത്തീസിയം, ക്ലീസ്റ്റോത്തീസിയം ആൻഡ് പെരിത്തീസിയം. അതിൽ അപ്പോത്തീസിയത്തിന്റെ സ്ട്രക്ചർ, ഫംഗ്ഷൻ ആൻഡ് അവ കാണുന്ന എക്സാമ്പിൾസ് ആണ് ഈ ഒരു ക്ലാസ്സിൽ പറയുന്നത്. സ്കിപ്പ് ചെയ്യാതെ കാണാം. അതിനു മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. എന്താണ് അപ്പോത്തീസിയം എന്നതിന് ഒരു ഡെഫിനിഷൻ കൊടുത്താൽ, an apothecium is a type of open cup shaped or saucer like sexual fruiting body അല്ലെങ്കിൽ ascocarp found in some fungi, particularly within the phylum of Ascomycota and in lichen. മെയിൻലി ആസ്കോമൈസീറ്റ്സിലും ലൈക്കൻസിലും കാണുന്ന ആസ്കോകാർപ്പാണ് അല്ലെങ്കിൽ ഒരു ഫ്രൂട്ടിംഗ് ബോഡിയാണ്. അവയുടെ പ്രത്യേകത അവ ഓപ്പൺ ആണ്. ഈ ടേംസ് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. കപ്പ് ഷേപ്ഡ് ആണ് അല്ലെങ്കിൽ സോസർ ഷേപ്ഡ് ആണ്. ഈ ഒരു സ്ട്രക്ചറുള്ള ഫ്രൂട്ടിംഗ് ബോഡിയാണ് അപ്പോത്തീസിയം. ഈ ഒരു അപ്പോത്തീസിയത്തിന്റെ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. ഈ ചിത്രത്തിൽ കൊടുത്തേക്കുന്നതാണ് അപ്പോത്തീസിയം. ഇത് അപ്പോത്തീസിയം മെയിൻലി സെസൈൽ ആണ്, ഫ്ലഷി ആണ്. മെയിൻലി 3 പാർട്ടാണ് ഉള്ളത്: ഹൈമീനിയം, ആ ഹൈമീനിയത്തിൽ കാണുന്ന ആസ്കസ് ആൻഡ് പാരാഫൈസസ്, ദെൻ ഹൈപ്പോത്തീസിയം. ഓക്കെ, പിന്നെ അത് കൂടാതെ എക്സിപ്പുലവും ഉണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് എന്ന്. ഫസ്റ്റ് വൺ ഹൈമീനിയം ആണ്. ഹൈമീനിയം എന്ന് പറയുന്നത് ദ upper inner concave surface which is the fertile layer where the spores producing structures are located. Okay, ഈ ഒരു പിക്ചറിൽ ഈ കാണിച്ചേക്കുന്ന, ഇവിടെ ഞാൻ ഈ അടയാളപ്പെടുത്തിയിട്ടില്ല, ഈ കാണിച്ചേക്കുന്ന ഈ ഒരു ഇന്നർ ലെയർ ഉണ്ടല്ലോ, ആ കപ്പ് ഷേപ്പുള്ള ഇന്നർ ലെയർ, ഈ ഒരു പോർഷനെയാണ് നമ്മൾ ഹൈമീനിയം എന്ന് പറയുന്നത്. അപ്പർ പോർഷന്റെ ഇന്നർ ലെയർ ആണ്, ആ ഒരു കോൺകേവ് സർഫേസ് ആണ്. ഈ ഒരു സർഫേസിലാണ് മുകളിൽ കൊടുത്തേക്കുന്ന ആസ്കോ കാർപ്പും പാരാഫൈസസും അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ആസ്കോ കാർപ്പ് ആൻഡ് പാരാഫൈസസ് എന്ന് നോക്കാം. ആസ്കൈ അല്ലെങ്കിൽ ആസ്കോ കാർപ്പ് എന്ന് പറയുന്നത് ഹൈമീനിയത്തിൽ കാണുന്ന 2 സ്ട്രക്ചറാണ്. ഹൈമീനിയത്തിൽ നിന്ന് അറേഞ്ച് ചെയ്യുന്ന 2 സ്ട്രക്ചേഴ്സ് ആണ്. ഈ ഒരു ആസ്കസ് എന്ന് പറയുന്നത് സാക്സ് കണ്ടെയ്നിങ് ആസ്കോസ്പോസ് ആണ്. നമ്മുടെ സെക്ഷുവൽ സ്പോസ് ആണ് ആസ്കോസ്പോർ. ആ ആസ്കോസ്പോർ കാണുന്ന സാക്ക് ആണ്, ചാക്ക് പോലെയുള്ള ആ ഒരു സ്ട്രക്ചർ ആണ് ആസ്കൈ അല്ലെങ്കിൽ ആസ്കോ കാർപ്പ്. ഒരു ആസ്കോ കാർപ്പിൽ 8 ആസ്കോസ്പോസ് ആണ് ഉണ്ടായിരിക്കുക. ഈ ഒരു സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ ഇടുന്നതായിരിക്കും. ദെൻ നെക്സ്റ്റ് സ്ട്രക്ചർ ആണ് പാരാഫൈസസ്. ഇതിന് ചുറ്റും ഈ ഒരു ഗ്രീൻ കളറിൽ കാണുന്ന സ്ട്രക്ചർ. ഈ ഒരു പാരാഫൈസസ് എന്ന് പറയുന്നത് സ്റ്റെറൈൽ ആയിട്ടുള്ള കുറേ ഫിലമെന്റ്സ് ഓഫ് ഹൈഫി ആണ്. ആസ്കസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ സീഡ് ഡിസ്പേഴ്സലിന്റെ സമയത്ത് ഡിസ്പേഴ്സലിനും സഹായിക്കുന്ന സ്ട്രക്ചറാണ് പാരാഫൈസസ്. ദെൻ തേർഡ് വൺ ആണ് ഹൈപ്പോത്തീസിയം. ഹൈപ്പോത്തീസിയം എന്ന് പറയുന്നത് ഈ ഒരു ഫംഗൽ ഹൈഫ്, ഒരു ഡെൻസ്ലി പാക്ഡ് ആയിട്ടുള്ള ഫംഗൽ ഹൈഫിയാണ് ഈ ഒരു സ്ട്രക്ചർ. ഹൈമീനിയത്തിന് തൊട്ട് താഴെ കാണുന്ന സ്ട്രക്ചർ ഒരു തിൻ ലെയർ ആണ്, ബട്ട് ഡെൻസ്ലി പാക്ഡ് ആയിട്ടുള്ള ഫംഗൽ ഹൈഫി ആയിരിക്കും. ഈ ഒരു കപ്പിന് ഒരു പ്രൊട്ടക്ഷൻ, ഒരു സപ്പോർട്ട്, ഹൈമീനിയത്തിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്ന സ്ട്രക്ചറാണ് ഹൈപ്പോത്തീസിയം. Then third one ആണ് എക്സിപ്പുലം എന്ന് പറയുന്നത്. It's a fleshy outer part of the structure that support the hypothecium and hymenium and gives the apothecium its characteristic cup or disc shape. അതായത് ഈ ഒരു സ്ട്രക്ചർ ആണ് ഹൈമീനിയം, ഇതിന്റെ താഴെയുള്ളതാണ് ഹൈപ്പോത്തീസിയം. ദെൻ ഇതിന് ഈ ഒരു ഔട്ടർ ലെയർ, ബാക്കിയുള്ള ആ ഒരു ലെയർ പോർഷനെയാണ് നമ്മൾ എക്സിപ്പുലം എന്ന് പറയുന്നത്. ഈ ഒരു എക്സിപ്പുലം എന്ന് പറയുന്നത് ഔട്ടർ പാർട്ടാണ്, ഈ ഹൈമീനിയത്തെയും ഹൈപ്പോത്തീസിയത്തെയും സപ്പോർട്ട് ചെയ്യുന്നു. ആകെ മൊത്തം ഒരു കപ്പ് ഷേപ്പും കൂടി പ്രൊവൈഡ് ചെയ്യുന്ന സ്ട്രക്ചറാണ് എക്സിപ്പുലം. ഓക്കെ, അപ്പൊ ഇതാണ് അപ്പോത്തീസിയത്തിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദെൻ അതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. കീ ഫംഗ്ഷൻ വലിയ 3 എണ്ണാണുള്ളത്. ഫസ്റ്റ് വൺ ഹൗസസ് ദ ഹൈമീനിയം. അതായത് ഈ ഒരു ഹൈമീനിയത്തിലാണ് ആസ്കോസ്പോസ് ഒക്കെ കാണുന്നത്. ആ ആസ്കോസ്പോസ് എന്ന് പറയുന്നത് സെക്ഷുവൽ സ്പോസ് ആണ്, സെക്ഷുവൽ റീപ്രൊഡക്ഷന്റെ ഒരു സൈറ്റ് ആണ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ പ്രൊട്ടക്ട്സ് ഡെവലപ്പിംഗ് സ്പോസ്. ഒരു ആസ്കോസ്പോസ് ഡെവലപ്പ് ചെയ്യുമ്പം അതിനെ പ്രൊട്ടക്ട് ചെയ്യണം. അവനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സ്റ്റെറൈൽ പാരാഫൈസസ് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. പ്രൊട്ടക്ഷൻ അപ്പോത്തീസിയത്തിന്റെ ഒരു ഫംഗ്ഷൻ ആണ്. ദെൻ ലാസ്റ്റ് വൺ മാക്സിമൈസസ് ദ ഡിസ്പേഴ്സൽ. The open cup-shaped design exposes mature asci to air current and facilitate the forcible ejection of spores into the wind. അതായത് ഒരു കപ്പ് ഷേപ്പ് ആണ്, ഓപ്പൺ ആണ് എന്ന് പറഞ്ഞു. കൂടാതെ പാരാഫൈസസ് ഉണ്ട്. നല്ല വിൻഡ് വരുമ്പം ആ വിൻഡിനനുസരിച്ചിട്ട് ആ സ്പോർസിനെ പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ടും പുതിയ ഏരിയയിൽ കൊളനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു പരാഗണം, പോളിനേഷൻ നടക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു അപ്പോത്തീസിയത്തിന്റെ സ്ട്രക്ചർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
ഈ ഒരു സ്ട്രക്ചേഴ്സ് കാണുന്ന ആസ്കോമൈസൈറ്റ്സിലൊക്കെ വരുന്ന ഗ്രൂപ്പ്സ് ആണ്, ഫംഗസ് ആണ് കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് വൺ പെസൈസിയ ആണ്. പെസൈസ എന്ന് പറയുന്നത് കൗഡങ്ങിലൊക്കെ കാണുന്ന ഒരു തരം ഫംഗസ് ആണ്. ഇതാണ് ഫസ്റ്റ് സ്ട്രക്ചർ. സെക്കൻഡ് മോർഷെല്ല സ്പീഷീസ് അല്ലെങ്കിൽ മോറൽസി എന്ന് പറയും, അതൊരു തരം മഷ്റൂംസ് ആണ്. തേർഡ് വൺ എല്യൂരിയ ഒറാൻഷ്യ, ഓറഞ്ച് പീൽ ഫംഗസ് ആണ്. ഇത് ഓറഞ്ചിന്റെ പീല് പോലെ ഉണ്ട് അവയെ കാണാൻ വേണ്ടിയിട്ട്. ദെൻ തേർഡ് സാർക്കോസൈഫ സീനിയ, സ്കാർലെറ്റ് കപ്പാണ്. ഈ ഒരു സ്ട്രക്ചർ ആണ്. ഇതാണ് ആ ഒരു സ്പീഷീസ്. ദെൻ ഹാൽവെല്ല സ്പീഷീസ്, എൽഫിൻ സാഡ്ലിസ് അല്ലെങ്കിൽ ഫോൾസ് മോറൽസ് എന്നൊക്കെ പേര് പറയും. മോറൽസ് പോലെ ഉണ്ട്, പക്ഷെ അവയുടെ കളറൊക്കെ കളർ വേരിയേഷൻ ബ്ലാക്ക് കളറിലൊക്കെയാണ് കാണുക. ദെൻ ട്യൂബർഡ് സ്പീഷീസ്, ഒരു ട്രഫിൾസ്, ഒരു ടൈപ്പ് ഓഫ് മഷ്റൂംസ് ആണ്. അപ്പൊ ഇതൊക്കെയാണ് മെയിൻലി അപ്പോത്തീസിയം കാണുന്ന സ്പീഷീസ് എന്ന് പറയുന്നത്. സോ അത്രയേ ഉള്ളൂ. താങ്ക് യു.